നമസ്കാരം. ജീവിത പ്രശ്നങ്ങൾ നേരിടുന്നവരും ക്ഷേത്രത്തിൽ പോകാൻ കഴിയാത്തവരും മറ്റ് മതസ്ഥരായിട്ടുള്ളവരും പേരും നാളും ഞങ്ങളുടെ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തിയാൽ ഞങ്ങളുടെ പ്രാർത്ഥനാ വേളയിൽ അതുകൂടി ഉൾപ്പെടുത്തുന്നതായിരിക്കും. അതുപോലെ തന്നെ ജാതക പരിശോധന ആവശ്യമായവർ താഴെ കാണുന്ന വാട്സാപ്പ് നമ്പറിൽ മെസ്സേജായി അയയ്ക്കുക, നേരിട്ട് വിളിക്കാതെ ഇരിക്കുക. ജാതക പരിശോധന നടത്തി ഭാഗ്യദായകമായ യന്ത്രങ്ങൾ നിർദ്ദേശിക്കുന്നു. ഭാഗ്യത്തിനും നേട്ടങ്ങൾക്കുമായി സുദർശന യന്ത്രം, ധനത്തിനും സമൃദ്ധിക്കുമായി ധനലക്ഷ്മി യന്ത്രം, വശ്യത്തിനായി ബാണേശി, അതുപോലെ തന്നെ ഗ്രഹസ്ഥാനങ്ങളുടെ ദോഷത്തെ പരിഹരിക്കുന്നതിനായിട്ട് നവഗ്രഹ യന്ത്രം, കുജരാഹുകേതു ദോഷങ്ങൾക്കായുള്ള യന്ത്രങ്ങളും തയ്യാർ ചെയ്തു നൽകുന്നു. യന്ത്രങ്ങൾ ആവശ്യമായുള്ളവർ ഞങ്ങളുടെ ചാനലുമായി ബന്ധപ്പെടുക. നമസ്കാരം. സുദർശന TV ചാനലിലേക്ക് സ്വാഗതം. മകയിരം നക്ഷത്രക്കാരുടെ 1202 ആണ്ടിലെ പുതുവത്സര ഫലമാണ് പറയുന്നത്. ഒരു വർഷക്കാലത്തേക്ക് നീണ്ടു നിൽക്കുന്ന ഫലമാണ് ഇതിൽ പറയുന്നത്. കൊല്ലവർഷം 1202 ആണ്ട് മകയിരം നക്ഷത്രക്കാരെ സംബന്ധിച്ചിടത്തോളം പ്രതികൂല സാഹചര്യങ്ങളെ മറികടന്ന് മികച്ച നേട്ടങ്ങൾ കൈവരിക്കാൻ സാധിക്കുന്ന ഒരു പ്രധാന വർഷമാണ്. ചൊവ്വയുടെ ആധിപത്യത്തിലുള്ള മകയിരം നക്ഷത്രത്തിന് മേടക്കൂറിൻ്റെ അവസാന ഭാഗമായ 1-2 പാദങ്ങൾ ചേർന്ന ഇടവക്കൂറിലും 3-4 പാദങ്ങൾ ചേരുന്ന മിഥുനക്കൂറിലും സ്ഥാനമുണ്ട്. അതിനാൽ ഈ 2 കൂറുകാരിലെയും അല്ലെങ്കിൽ ഈ 2 കൂറുകളിലെയും ഗ്രഹസ്ഥിതി ഈ വർഷം നിങ്ങളുടെ ജീവിതത്തിൽ വലിയ സ്വാധീനം ചെലുത്തുന്നുണ്ട്. മകയിരം നക്ഷത്രക്കാരുടെ സാമ്പത്തിക നിലയിലും ധനയോഗത്തിലുമുള്ള നേട്ടം ആദ്യം നമുക്ക് പരിശോധിക്കാം. വർഷത്തിൻ്റെ ഭൂരിഭാഗവും സാമ്പത്തിക കാര്യങ്ങളിൽ വലിയ പുരോഗതിയും ആശ്വാസവും നൽകും. മുടങ്ങിക്കിടക്കുന്ന വായ്പകൾ തിരികെ ലഭിക്കാനും കടബാധ്യതകൾ ഒരു പരിധിവരെ തീർക്കാനും സാധിക്കും. മിഥുനക്കൂറിലുള്ള മകയിരം നക്ഷത്രക്കാർക്ക് കർമ്മരംഗത്തു നിന്നുള്ള ധനവരവ് വർദ്ധിക്കും. പുതിയ ബിസിനസ് സംരംഭങ്ങളിൽ നിന്ന് ലാഭം പ്രതീക്ഷിക്കാം. സ്വന്തമായി വീട് പണിയുകയോ വസ്തുവകകൾ വാങ്ങുകയോ ചെയ്യാനുള്ള അവസരങ്ങൾ വന്നുചേരും. ഇനി ഇവയിലെ ദോഷപരമായ കാര്യങ്ങളെ നോക്കാം. ഇടവക്കൂറിൽ വരുന്ന 1-ാം പാദത്തിലും 2-ാം പാദത്തിലുമുള്ളവർക്ക് കണ്ടകശനിയുടെ സ്വാധീനം കാരണം അനാവശ്യമായ ധനച്ചെലവുകൾ നേരിടേണ്ടി വന്നേക്കാം. കുടുംബാവശ്യങ്ങൾക്കായും ആരോഗ്യ സംബന്ധമായ കാര്യങ്ങൾക്കായും വിചാരിക്കാത്ത പണച്ചെലവ് വരാം. അന്യർക്ക് ജാമ്യം നിൽക്കുന്നതും സാമ്പത്തിക കാര്യങ്ങളിൽ അമിതമായ റിസ്ക് എടുത്ത് നിക്ഷേപം നടത്തുന്നതും ഭാവിയിൽ കടുത്ത നഷ്ടങ്ങൾക്കിടയാകും. മകയിരം നക്ഷത്രക്കാരുടെ തൊഴിലിനെക്കുറിച്ചും ഔദ്യോഗിക ജീവിതത്തെക്കുറിച്ചും പറയുന്നു. ഗുണപരമായ ഫലങ്ങൾ. തൊഴിൽ രംഗത്ത് മകയിരം നക്ഷത്രക്കാർ ഊർജ്ജസ്വലതയും ചൊവ്വയുടെ സ്വാധീനവും ധൈര്യവും ഉള്ളവരായതിനാൽ മേലധികാരികളുടെ പ്രശംസ പിടിച്ചുപറ്റും. തൊഴിൽ രംഗത്ത് നിങ്ങളുടെ ഊർജ്ജസ്വലതയും ചൊവ്വയുടെ സ്വാധീനത്തിലുള്ള ധൈര്യവും മേലധികാരികളുടെ പ്രശംസ പിടിച്ചുപറ്റാൻ കാരണമാകും. തൊഴിൽ അന്വേഷകർക്ക് മികച്ച ജോലി ഓഫറുകൾ വന്നെത്തും. പ്രമോഷനും ശമ്പള വർധനവിനും യോഗമുണ്ട്. വിദേശത്ത് ജോലിക്കായി ശ്രമിക്കുന്നവർക്ക് അനുയോജ്യമായ വിസ ലഭിക്കാനും തടസ്സങ്ങൾ മാറാനും സാധിക്കും എന്നുള്ളതാണ്. സാങ്കേതിക വിദ്യ, എഞ്ചിനീയറിംഗ്, പോലീസ്, സൈന്യം, റിയൽ എസ്റ്റേറ്റ് തുടങ്ങിയ മേഖലകളിലുള്ളവർക്ക് വിസ്മയകരമായ മുന്നേറ്റം കാണാം. ഇനി ഈ മേഖലയിലെ ദോഷപരമായ ഫലങ്ങളെന്ന് പറയുന്നത് ചില ഘട്ടങ്ങളിൽ സഹപ്രവർത്തകരുമായുള്ള വാഗ്വാദങ്ങൾ കാരണം ജോലിസ്ഥലത്ത് അസ്വസ്ഥതകൾ ഉണ്ടാകാം. ശനിയുടെയും രാഹുവിൻ്റെയും സ്വാധീനം മൂലം അധിക ജോലിഭാരവും അനാവശ്യ സ്ഥലം മാറ്റവും ഭീഷണികളും നേരിടേണ്ടി വന്നേക്കാം. ജോലി പെട്ടെന്ന് രാജിവെക്കുന്ന തീരുമാനമെടുക്കരുത്. ബിസിനസ്സിൽ കൂട്ടാളികളുമായി ആശയവിനിമയത്തിൽ സുതാര്യത നിലനിർത്തണം. ഇനി ഇവരുടെ കുടുംബവും ദാമ്പത്യ ജീവിതത്തെക്കുറിച്ചുമാണ് നോക്കുന്നത്.
ഗുണപരമായ കാര്യങ്ങളെന്ന് പറയുന്നത് കുടുംബത്തിൽ സന്തോഷവും ഐക്യവും നിലനിൽക്കും. അവിവാഹിതരായ മകയിരം നക്ഷത്രക്കാർക്ക് ആഗ്രഹിച്ച രീതിയിലുള്ള നല്ല ബന്ധങ്ങൾ ഉറപ്പായും ഉണ്ടാകും. മംഗള കർമ്മങ്ങളിൽ പങ്കാളിയാകാനുള്ള ഭാഗ്യവും കാണുന്നുണ്ട്. പ്രണയബന്ധങ്ങളിൽ വിജയം കണ്ടെത്തും. സന്താന ഭാഗ്യത്തിനായി കാത്തിരിക്കുന്ന ദമ്പതിമാർക്ക് സന്തോഷ വാർത്ത ലഭിക്കും. ഇനി ഈ മേഖലയിലെ ദോഷപരമായ ഫലങ്ങളെന്ന് പറയുന്നത് ദേഷ്യവും പിടിവാശിയും കാരണം കുടുംബജീവിതത്തിൽ ചില ഘട്ടങ്ങളിൽ കൊച്ചു കൊച്ചു പിണക്കങ്ങളും വാഗ്വാദങ്ങളും ഉയർന്നു വന്നേക്കാം. പങ്കാളിയുടെ വികാരങ്ങളെ മാനിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം. അതുപോലെ തന്നെ ബന്ധുക്കളുമായി വസ്തുതർക്കങ്ങളോ മറ്റ് അഭിപ്രായ വ്യത്യാസങ്ങളോ വന്നാൽ സമവായത്തിലൂടെ അത് പരിഹരിക്കാൻ ശ്രമിക്കണം. ഇനി നമുക്ക് ഇവരുടെ ആരോഗ്യസ്ഥിതിയെക്കുറിച്ചാണ് ചിന്തിക്കുന്നത്. മകയിരം നക്ഷത്രക്കാരുടെ ഈ വർഷത്തെ ആരോഗ്യസ്ഥിതി എന്ന് പറയുന്നത്, അതിൻ്റെ ഗുണപരമായ ഫലങ്ങളെന്ന് പറയുന്നത് മാനസികമായ ആത്മവിശ്വാസവും ഊർജ്ജസ്വലതയും പൊതുവെ ഉയർന്ന നിലയിലായിരിക്കും. പഴയകാല രോഗദുരിതങ്ങളിൽ നിന്ന് ശമനം ലഭിക്കും. ഇനി ആരോഗ്യസ്ഥിതിയിലെ മോശകരമായ ഫലമെന്ന് പറയുന്നത് രക്തസമ്മർദ്ദം, പിത്ത സംബന്ധമായ രോഗങ്ങൾ, ഉദര രോഗങ്ങൾ, ചൂട് മൂലമുണ്ടാകുന്ന അസ്വസ്ഥതകൾ എന്നിവയ്ക്ക് സാധ്യതയുള്ളതിനാൽ ആരോഗ്യകാര്യത്തിൽ പ്രത്യേക ശ്രദ്ധയുണ്ടാകണം. രാത്രി കാലത്തെ ഡ്രൈവിങ്ങിലും വാഹന ഉപയോഗത്തിലും ശ്രദ്ധ വേണം. ചെറിയ പരിക്കുകൾക്കോ വീഴ്ചകൾക്കോ സാധ്യതയുള്ളതിനാൽ യന്ത്രങ്ങൾ കൈകാര്യം ചെയ്യുമ്പോൾ കരുതലോടെ ഇരിക്കണം. ഇനി നമുക്ക് മാസം തിരിച്ചുള്ള ചില ഫലങ്ങളാണ് നോക്കേണ്ടുന്നത്. മകയിരം നക്ഷത്രക്കാരെ സംബന്ധിച്ചിടത്തോളം ചിങ്ങം മുതൽ വൃശ്ചികം വരെയുള്ള സമയം, അതായത് ഓഗസ്റ്റ് മാസം മുതൽ ഡിസംബർ മാസം വരെയുള്ള സമയം പുതിയ കർമ്മ പദ്ധതികൾക്കും തുടക്കങ്ങൾക്കും അനുയോജ്യമാണ്. സാമ്പത്തിക സ്ഥിതിയിൽ പുരോഗതി കാണുന്നു എന്നുള്ളതാണ്. വളരെ ഭാഗ്യതരമായിരിക്കുന്ന ഊർജ്ജസ്വലമാകുന്ന സമയമാണ് ചിങ്ങം മുതൽ വൃശ്ചികം വരെയുള്ള സമയം. ധനുമാസം മുതൽ മീനമാസം വരെയുള്ള സമയം, അതായത് ഡിസംബർ മുതൽ ഏപ്രിൽ മാസം വരെയുള്ള സമയം ഉത്തരവാദിത്തങ്ങൾ വർദ്ധിക്കും. ചെലവുകൾ ഉയരാൻ സാധ്യതയുള്ളതിനാൽ ബജറ്റ് കൃത്യമായി പാലിക്കണം. എന്ന് പറഞ്ഞാൽ കൃത്യമായും ടൈം ടേബിൾ ക്രമത്തിൽ തന്നെ ജീവിതത്തിലെ ചിലവ് കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകാൻ ശ്രമിക്കണം. അടുത്തത് മേടം മുതൽ കർക്കിടകം വരെയുള്ള സമയമാണ്. അതായത് 2027 ഏപ്രിൽ മുതൽ ഓഗസ്റ്റ് വരെയുള്ള സമയം. വ്യാഴത്തിൻ്റെ ഉച്ചരാശി മാറ്റവും അനുകൂല ഗ്രഹസ്ഥിതിക്കും വലിയ ആശ്വാസവും വിജയവും തേടിയെത്താൻ കാരണമാകും. ഈ സമയം സാമ്പത്തികമായ മേന്മയുണ്ടാകും. ബിസിനസ്സിൽ നിന്നുള്ള വളർച്ചയുണ്ടാകും. വിദേശ രാജ്യങ്ങളിലേക്ക് പോകാനുള്ള ആഗ്രഹം നടക്കും. സാമ്പത്തികമായിരിക്കുന്ന എല്ലാ മുന്നേറ്റങ്ങളും ഈ സമയത്ത് ഉണ്ടാകും എന്നുള്ളതാണ്. ഇനി പ്രധാനമായും ചില ദോഷപരിഹാരങ്ങൾ പറയുന്നു. ചൊവ്വാഴ്ചകളിൽ സുബ്രഹ്മണ്യ സ്വാമിക്ക് പാലഭിഷേകമോ പഞ്ചാമൃത നിവേദ്യമോ കഴിക്കുക. ഓം ശരവണഭവ എന്ന മന്ത്രം 108 പ്രാവശ്യം ദിവസവും ജപിക്കുന്നത് തടസ്സങ്ങൾ നീക്കുന്നതിന് കാരണമാകും. അതുപോലെ ചൊവ്വ വെള്ളിയാഴ്ചകളിൽ ഭദ്രകാളി ക്ഷേത്ര ദർശനം നടത്തി രക്തപുഷ്പാഞ്ജലി വഴിപാടായി സമർപ്പിക്കുന്നത് ശത്രുദോഷങ്ങളും തടസ്സങ്ങളും അകറ്റും. ശനിയാഴ്ചകളിൽ എള്ളുതിരി കത്തിക്കുന്നതും ആഞ്ജനേയ ഭജനവും ദോഷഫലങ്ങളുടെ കാഠിന്യം കുറയ്ക്കും എന്നുള്ളതാണ്. അതുപോലെ ഈ നക്ഷത്രക്കാർക്ക് പൂർണ്ണമായ ദൈവാധീനം ലഭ്യമാകുന്ന കാലമാണ്. യുവാക്കൾക്ക് നിശ്ചയിക്കപ്പെട്ട വിവാഹം തടസ്സം കൂടാതെ നടക്കുന്ന സമയമാണ്. സന്താനങ്ങൾക്ക് അഭിവൃദ്ധി ഉണ്ടാകും. സന്താനങ്ങൾക്ക് വേണ്ടി ചികിത്സ ചെയ്യുന്നവർക്ക് അനുകൂലമായ സമയമാണ്. തൊഴിലവസരങ്ങൾ ധാരാളം ഉണ്ടാകും. വിദേശത്ത് തൊഴിലിന് ശ്രമിക്കുന്നവർക്ക് അനുകൂലമായ കാലഘട്ടമാണ്. കഷ്ടപ്പാടുകൾ പൊതുവെ കുറയും. എല്ലാ രംഗത്തും ആശ്വാസമുണ്ടാകും. പ്രതീക്ഷിക്കാത്ത പ്രമോഷൻ, അതുപോലെ തന്നെ സ്ഥലം മാറ്റം എന്നിവ സർക്കാർ ജോലി ചെയ്യുന്നവർക്ക് അനുകൂലമായി ഉണ്ടാകും. ഫാർമസി, അതുപോലെ തന്നെ കമ്പ്യൂട്ടർ തുടങ്ങിയ രംഗത്ത് പ്രവർത്തിക്കുന്നവർക്ക് ഉത്തമമായ സമയമാണ്. ഗുരുസ്ഥാനം വഹിക്കുന്നവർക്ക് അനുകൂലമായ ഘട്ടമാണ്. കേസുകളിൽ നിന്നും വഴക്കുകളിൽ നിന്നും മുക്തിയുണ്ടാവും. ശാരീരിക സുഖം വർദ്ധിക്കും. പുതിയ സ്ഥലങ്ങളിൽ
താമസിക്കുവാനുള്ള അവസരം ലഭിക്കും. സന്താനങ്ങളിൽ നിന്നും നേട്ടങ്ങൾ, അതുപോലെ തന്നെ സന്താനങ്ങൾക്ക് ഔദ്യോഗിക വിജയങ്ങൾ, ഭരണരംഗത്തും സംഘടനാ രംഗത്തും പ്രവർത്തിക്കുന്നവർക്ക് നേട്ടം, അലർജി സംബന്ധവും വാത സംബന്ധവുമായ അസുഖങ്ങളുള്ളവർക്ക് ചികിത്സ വഴി ആശ്വാസം ലഭിക്കും. ഗൃഹാന്തരീക്ഷം പൊതുവെ അനുകൂലമായിരിക്കും. തീർച്ചയായിട്ടും ദോഷപരിഹാരങ്ങളൊക്കെ കൃത്യമായി ചെയ്യുക. ഈശ്വര അനുഗ്രഹത്താലും പ്രയത്നത്താലും ഈ വർഷം മകയിരം നക്ഷത്രക്കാർക്ക് വൻ വിജയങ്ങളുടെയും പുരോഗതിയുടെയും കാലമാകട്ടെ എന്ന് ഈശ്വരനോട് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം.